ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല മൂഡോട് കൂടിയിട്ടാണ് കേട്ടോ കാലത്ത് തന്നെ എഴുന്നേറ്റിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഈ ഒരു മൂഡ് ഉണ്ടാവാറില്ല, ചിലപ്പോൾ ഒരു ചീഞ്ഞ മൂഡൊക്കെ ആയിട്ടാവും എഴുന്നേക്കാറ്. അപ്പോൾ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളായിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വാഷ് ബേസിൻ്റെ അവിടെ കുറേ ആയി കഴിയും. ഇത് ഡെയിലി നമ്മൾ കഴുകുമ്പോൾ ഒന്നും കൂടെ നല്ല വൃത്തിക്കും മെനക്കൊക്കെ ഇരിക്കും കേട്ടോ, പ്രത്യേകിച്ച് ഹാളിൽ. അപ്പോൾ ഈ വാഷ് ബേസൊക്കെ ഇടയ്ക്ക് എന്താ പറയുക, ഉപയോഗിക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണിൽ അതില്ലാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കിച്ചണിലൊക്കെ ചോറ് വറക്കുമ്പോഴും അങ്ങനെയൊക്കെ ചെറിയ ചൂടുവെള്ളമൊക്കെ നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കിച്ചണിൽ ആ ഒരു എന്താ പറയുക സിങ്കിൽ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കേട്ടോ. പിന്നെ നമ്മൾ ഈ ഹാളിലൊക്കെ വാഷ് ബേസ് ഉള്ളതാണെങ്കിൽ നമ്മളത് ചൂടുവെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഇടയിൽ നമ്മൾ ഇത്തിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബോർവെല്ലായ കാരണം തന്നെ ഇങ്ങനെ കറയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുമ്പോഴാണ് അതിനെ നല്ല നീറ്റായിട്ട് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. പൈപ്പിൻ്റെ മേലെ ചെറിയൊരു മാർക്കിങ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ സ്റ്റവിൻ്റെ ഏരിയയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസം രാത്രി ചെറുതായിട്ടൊരു മടി കാരണം അത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഒരുപാട് റഫായിട്ട് കിടക്കുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതങ്ങോട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയാം. കാരണം നല്ല നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു ഏരിയയും കാര്യങ്ങളും അവിടെ നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഒരുപാട് റഫായിട്ട് വെക്കാനൊന്നും ആക്കാതെ അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. മിസ്സേ എന്താണ് എന്തേ താത്ത എവിടെ? താത്ത ഷാന 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 താത്ത എവിടെ? ചൂടെടുക്കണ്ടോ? മിന്നുനിപ്പോൾ കുപ്പായൊന്നും പറ്റണില്ലല്ലേ, നല്ല ചൂടാണല്ലേ. മിന്നുസേ ആരെ കുപ്പായിട്ടന്ന്? വേണ്ടേ കുപ്പായി വേണ്ടേ? അപ്പോൾ എന്തായാലും മിന്നൂസിനെ കളിപ്പിച്ച് നിൽക്കാനുള്ള നേരമൊന്നുമില്ല, നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു സമയം തന്നെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ഒക്കെ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തലേ ദിവസം ചെയ്തതാണ്. എന്നാലും നമ്മൾ ആ ഒരു അടുപ്പിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തതല്ലേ, അപ്പോൾ ഇതും കൂടെ അങ്ങോട്ട് ഫിനിഷായി ഇരിക്കട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മീനൊക്കെ എത്തിച്ചിട്ടുണ്ട്. മാന്തളായിരുന്നു കേട്ടോ, അത്യാവശ്യം സൈസുള്ള മാന്തള തന്നെയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ ഉണക്കച്ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ച കറിയുള്ള കാരണം തന്നെ ഇന്ന് മാന്തൾ ഫുള്ളായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ മാന്തൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് എന്താ പറയുക, ഫ്രൈ ചെയ്തെടുക്കാൻ ഇത്തിരി സമയമുണ്ടെങ്കിലും കഴിച്ചു തീരാനായിട്ട് അത്ര സമയമൊന്നും വേണ്ട കേട്ടോ. പിന്നെ അതാ ഒരു അരമുറി തേങ്ങ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അതിനിപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ കേടായി പോവും. അപ്പോൾ എന്തായാലും ആ ഒരു അരമുറി വെച്ചിട്ട് തന്നെ പൂവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഇതാ തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇടയ്ക്ക് ഇതുപോലെ ഓരോ നല്ല ബുദ്ധിയൊക്കെ തോന്നും, ഇടയ്ക്ക് പിന്നെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു മടിയും കാര്യങ്ങളും വരണ്ടാന്ന് വെച്ചിട്ട് എന്തായാലും വേഗം തന്നെ തേങ്ങയൊക്കെ ചിരവി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പഞ്ചസാര മിക്സ് ചെയ്തിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചാൽ പിന്നെ നമുക്ക് അതിലോട്ടുള്ള മാവ് മാത്രം ഒന്ന് സെറ്റാക്കിയാൽ മതിയല്ലോ. അപ്പോൾ വേഗം തന്നെ അതൊക്കെ കുഴച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1/2 സെക്കൻഡ് കൊണ്ടാണ് കേട്ടോ ഉറുമ്പ് വന്ന് നിറയുന്നത്. അതുകൊണ്ട് അതൊക്കെ വേഗം ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഇതാ മിന്നുവിൻ്റെ പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ 2 ദിവസമായി ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ഇടാനായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളിത് വേഗം കവറിലൊക്കെ കെട്ടി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ അതവിടെ ഇട്ട് കഴിഞ്ഞാൽ വല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നനയും. അപ്പോൾ അത് എൻ്റെ വീട്ടിലും ഇവിടെയൊക്കെ എന്താ പറയുക, ഇത് നമ്മൾ ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ പഞ്ചായത്തിന് ആൾക്കാർ വന്ന് കൊണ്ടുപോകും കേട്ടോ. ഇക്കടെ വീട്ടിൽ അവിടെ അങ്ങനെ കൊണ്ടുപോകില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇതുപോലെ ഉണക്കിയിട്ട് കവറിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം കൊടുക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ തലേ ദിവസം വൈകിട്ട് അലക്കിയിട്ടതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം ഉള്ളിൽ കൊണ്ടുപോയി വെച്ചു. ഇപ്പോൾ പിന്നെ ഡീസൻ്റ് ആണ് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ വേഗം അപ്പം പരിപാടികളൊക്കെ തീർക്കും. അതിങ്ങനെ എത്ര ദിവസം വരെ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ മിന്നുവിൻ്റെ മൂത്രത്തുണി ഉണ്ടായിരുന്നു. എപ്പോഴും ഒഴിക്കുന്നൊന്നുമില്ല കേട്ടോ, ഇടയിലൊന്ന് നമ്മളൊന്ന് മൂത്രം ഒഴിപ്പിക്കാൻ വിട്ടുപോയാൽ അവിടെ പണി പറ്റിക്കും. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകാനായിട്ട് എടുത്തു. പിന്നെ കിച്ചൺ ടവൽ ഞാൻ ഇതുപോലെ കുറച്ച് നേരം സോപ്പ് വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഒരു കുപ്പിയിൽ എന്താ വെച്ചാൽ ബാലൻസ് വരുന്ന സോപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ മെൽറ്റായിട്ട് നമുക്കിതുപോലെ ചവിട്ടി, അതേപോലെ കൈക്കൽ തുണി, പിന്നെ നമ്മുടെ അതന്നെ കിച്ചൺ ടവലും ഒക്കെ നമുക്കിതുപോലെ സോപ്പ് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ മിന്നും ഷാനും എന്തൊക്കെയോ വിക്രസൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ട് വന്നതാണ് കേട്ടോ. പിന്നെ അവരൊക്കെ പോയതിന് ശേഷം ഞാനിതാ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം മടക്കിയെടുക്കാമെന്ന് വിചാരിച്ചു.
അപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മടക്കൽ എപ്പോഴും ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് ചെയ്യൊന്നുമില്ല കേട്ടോ. കാരണം ചില സമയത്ത് ഇങ്ങനെ കസേരയിലൊക്കെ കുമിഞ്ഞു കൂടാറുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് തന്നെ എടുത്തിട്ട് വരുമ്പോൾ ആദ്യം മിന്നുവിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വേഗം ഒതുക്കി വെക്കും. അവളുടെ പിന്നെ മടക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആ ഒരു ബാസ്ക്കറ്റിലോട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാനാൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷാനാക്ക് തരം തിരിച്ച് കൊടുക്കും. അപ്പോൾ അത് ഷാനാൻ്റെ മടക്കി വെക്കും. പിന്നെ എൻ്റെത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. എൻ്റെത് പിന്നെ കോമൺ ആയിട്ടാണ്, അതിൽ ബെഡ്ഷീറ്റ് വരും, പുതപ്പ്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ വരും. അപ്പം എൻ്റെത് ഞാനും മടക്കി വെക്കുന്നത് കാരണം നമുക്കിത് ഒരു വലിയൊരു ടാസ്ക്കായിട്ട് വരുന്നില്ല കേട്ടോ. അപ്പം അതൊക്കെ വേഗം മടക്കി വെച്ചു. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അലമാരയിലോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു അലമാര മാത്രമേ നമ്മളെടുത്തുള്ളൂ, അതിലെൻ്റെ പുതിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കും. പിന്നെ നമ്മുടെ കബോർഡിനൊക്കെ ഡോറൊന്നും വെക്കാത്ത കാരണം എപ്പോഴും പൊടി കയറുന്നതല്ലേ, അതുകൊണ്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സ് മാത്രം ഇതുപോലെ അടുക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഈ കബോർഡിൽ ഇത്തിരി നീളത്തിലൊരു ഭാഗമുണ്ട്, അവിടെയാണ് ഇപ്പോൾ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ മേലെ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിൽ നമ്മുടെ ഡെയിലി ഇടുന്ന ഡ്രസ്സുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കണത്. അപ്പോൾ വലിയ കുഴപ്പമില്ല, നമ്മളിങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ എടുക്കുന്ന കാരണം. ഇനി ഇൻഷാ അല്ലാഹ് അതിന് ഡോറും കാര്യങ്ങളൊക്കെ വെക്കാം. എന്താണ് ചെറിയ പണിയൊക്കെ കിട്ടിയിട്ടിരിക്കുകയല്ലേ? എന്തായിരുന്നു പണി? ഡ്രസ്സ് മടക്കി വെക്കുക. ഇനി അടുത്ത പണി എന്താണെന്നുള്ളതും കൂടി ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇനി ഒരു പണിയില്ലെങ്കിൽ ജനലിൻ്റെ കമ്പികൾ കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചാൽ നന്നായിരുന്നു. വെക്കേഷനിലാണ് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ, പണി പഠിക്കണ്ടേ? പിന്നെ ഷാനാൻ്റെ ഈ കബോർഡിനെ കുറിച്ച് കുറച്ചധികം തന്നെ കഥകൾ പറയാനുണ്ട്. ഷാനാനെ കുറിച്ചിട്ടും അതേപോലെ കുറച്ച് കഥകൾ പറയാനുണ്ട് കേട്ടോ. ഇതുപോലെ ഒരുപാട് ഡ്രസ്സുകളുണ്ട്. അവൾ എത്ര ഒഴിവാക്കാൻ പറഞ്ഞാലും, ഞാൻ ചെറുതാണെന്ന് പറഞ്ഞാലും അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കും. എന്നിട്ട് ഈ ഷെൽഫിന് മുകളിൽ ഇങ്ങനെ കാണുന്നത് മാത്രം എടുത്തിട്ട് പോകും കേട്ടോ കുളിച്ച് മാറാനായിട്ട്. ബാക്കി താഴെയുള്ള ഡ്രസ്സുകളൊക്കെ അങ്ങനെ ഇരുന്ന് അവൾക്ക് പാകമല്ലാത്ത പോലെ ആയി മാറും. അപ്പം ഞാൻ ഇന്ന് ഇത് വേണോ അത് വേണോ അങ്ങനെ ചോദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു പകുതിയോളം ഡ്രസ്സ് അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അവളെ മടിയിൽ കിടക്കുന്ന ഡ്രസ്സ് വേണ്ടതും പുറത്ത് കണ്ടില്ലേ, ഇത് വേണ്ടാത്ത ഡ്രസ്സുമാണ് കേട്ടോ. അപ്പോൾ അതിൽ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിന്നുവിന് വേണമെങ്കിൽ ചെറുതാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ പാകത്തിനാണ് കേട്ടോ. അപ്പം അതൊക്കെ അവിടെ അവളോട് മടക്കി വെക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാനിതാ ചോറ് വെക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ റേഷനരി ആയതുകൊണ്ട് വലിയ സീനില്ല, നമുക്കിതുപോലെ കുക്കറിലിട്ട് ഒരു വിസിൽ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഇടയിൽ റൂമിലൊക്കെ ഒന്ന് പോയി നോക്കിയപ്പോൾ ആളിങ്ങനെ മടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ മടക്കുന്ന പോലെ ഇങ്ങനെ റോളാക്കിയിട്ട് ഇങ്ങനെ വെച്ചും കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ പോയി കിട്ടിയപ്പോൾ തന്നെ പകുതി സമാധാനമായി. പിന്നെ അതൊക്കെ പിന്നെയും ഒരുപാട് മടക്കാനുള്ള കാരണം ഞാൻ മിന്നുത് ആ ബാക്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മുടെ ഒരു ബാക്ക് ഭാഗം അടിച്ചു വാരിയിട്ടൊക്കെ. അപ്പോൾ വലിയ കച്ചറ പറയാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇല കാറ്റിന് പാറി വരും. പിന്നെ അതേപോലെ പൊടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബ്രഷ് ടൂൾ വെച്ചിട്ട് അടിക്കുമ്പോഴാണ് എത്രത്തോളം അവിടെ പൊടി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് കേട്ടോ. പിന്നെ മിന്നു ആണെങ്കിൽ ബാക്കിലോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ചെരുപ്പൊന്നും ഇടാറില്ല. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, 2 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ചെരുപ്പിട്ട് കൊടുക്കാൻ നിൽക്കില്ലല്ലോ. അപ്പോൾ അവളും ഇവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്തും നല്ല പൊടിയും കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു ചവിട്ടി നമ്മൾ ഹൗസ് വാമിൻ്റെ സമയത്ത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിൽ നല്ലൊരു പൊടിയും പിന്നെ ഒരു പായലൊക്കെ വന്നിട്ട് ഒരു ബ്ലാക്ക് കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ക്ലീനായി കിട്ടണമെങ്കിൽ എന്തായാലും പ്രഷർ വാഷർ തന്നെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് എന്തായാലും ഒരു പ്രഷർ വാഷർ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ വണ്ടി കഴുകാനായാലും ക്ലീൻ ചെയ്യാനൊക്കെ ആയാലും എളുപ്പമാണല്ലോ. അപ്പം ഇതാ അടിച്ചു വാരി ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കിച്ചണിൽ നിന്ന് എന്തെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലോ അതുപോലെ കബോർഡ് കാർഡ്ബോർഡൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേഗം ബാക്കിലോട്ട് ഒരൊറ്റ ഏറാണ് കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിൽ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് അതെടുത്തിട്ട് ആ ഒരു നീല ഡ്രമ്മിൽ ഫില്ല് ചെയ്യും. എന്നിട്ട് പഞ്ചായത്തിൻ്റെ അവർ വന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തു വെക്കാൻ മടിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഇലയും പൊടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ വേഗം അടിച്ചു വാരി കളഞ്ഞു. അപ്പോഴേക്കിനും ഇതാ ഷാന ഇത്രത്തോളം ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു ഞാനും കേട്ടോ. കാരണം ഈ ഒരു ഫോണിലും അല്ലെങ്കിൽ ടി വിയിലും ഒക്കെ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സമയം കളയുന്നതിൽ നല്ലതല്ല ഇതുപോലുള്ള ജോലികളൊക്കെ. ഇതിപ്പോൾ വലിയ ഭാരിച്ച ജോലിയെന്നൊന്നും പറയാനില്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് വെള്ളമൊക്കെ കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അവരെന്തായാലും സ്വയം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വെള്ളം കുടിക്കണ പതിവൊന്നുമില്ല. അപ്പോൾ ഞാനിതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ കലക്കി കൊടുക്കും, അല്ലെങ്കിൽ സാധാ നമ്മുടെ പച്ചവെള്ളം ഐസ് ക്യൂബ് ഇട്ടിട്ട് അങ്ങനെ മിക്സാക്കി കൊടുക്കും. അല്ലാതെ
എപ്പോഴെപ്പോഴും ഇതിങ്ങനെ കലക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കി വെക്കുന്നത് കണ്ടപ്പോൾ ഒരു പാവം തോന്നിയിട്ട് ഇങ്ങനെ വെള്ളം കലക്കി കൊടുത്തതായിരുന്നു കേട്ടോ. പിന്നെ അതാ അങ്ങനെ ഫൈനലി നമ്മുടെ ആ ഒരു ബാക്ക് ഭാഗം ഇത്രയും നീറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടപ്പോൾ ഞാൻ ചവിട്ടിയും കാര്യങ്ങളൊക്കെ ആ ചെയറിലോട്ട് തന്നെ മടക്കി വെക്കണം. അത് കളയാനായിട്ട് ഉദ്ദേശമില്ല കേട്ടോ. കാരണം നമുക്ക് അത്യാവശ്യം റേറ്റ് കൊടുത്തിട്ടാണ് ആ ഒരു മാറ്റ് നമ്മൾ വാങ്ങുന്നത്. നമ്മൾ സാധാ മാറ്റ് പോലെയല്ല കേട്ടോ, നല്ല പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ആക്കിയെടുക്കണം. പിന്നെ അത് ആ മീൻ കട്ടയിൽ ഞാൻ കൂടുതൽ കിച്ചണിൽ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. ഇപ്പോൾ പിന്നെ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിന്നിട്ട് മീൻ കട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നിട്ട് അപ്പോൾ ഇങ്ങനെ മീൻ നേരാക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പിന്നെ തോന്നി ഇനിയിപ്പോൾ എന്നും നമുക്ക് ഈ ഒരു സ്ഥലം തന്നെ അങ്ങോട്ട് യൂസ് ആക്കാമെന്ന് കേട്ടോ. അപ്പം മാന്തളായ കാരണം തൊലിയൊക്കെ നല്ല ഉണ്ടാവും. പക്ഷേ ഞാൻ ആദ്യം ഒരു സൈഡ് തൊലി മാത്രമേ കളഞ്ഞിരുന്നുള്ളൂ, മറ്റേ സൈഡ് ഇങ്ങനെ ആ മേലത്തെ പാടെ കളഞ്ഞിരുന്നുള്ളൂ. മറ്റേതിങ്ങനെ നമ്മൾ എന്താ പറയുക കത്തി വെച്ച് തൊലി കളഞ്ഞ് യൂസ് ആക്കലാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ അങ്ങനത്തെ പരിപാടിയില്ല, രണ്ട് സൈഡും തൊലി അങ്ങോട്ട് വലിച്ച് കളയും, എന്നിട്ട് വേഗം കഴുകിയെടുക്കും. അപ്പോൾ വലിയ സീനില്ല, നമുക്ക് ആ തൊലി കളയേണ്ട പ്രയാസമോ അല്ലെങ്കിൽ മേൽക്ക് തെറിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ കഴുകി ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സമയമാകുമ്പോഴേക്കിനും നമ്മുടെ മിന്നു ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബാക്ക് ഡോർ തുറന്ന് കിടന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പിന്നാലെ വരും. അപ്പോൾ എന്തായാലും ആൾ എൻ്റെ പിന്നാലെ ഇല്ല കേട്ടോ. നമ്മളെ ബുദ്ധിമുട്ടിക്കുക കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ സെറ്റിയിൽ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ ഞാൻ വേഗം തൊട്ടിയിൽ കൊണ്ടേ കിടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കിനും നമ്മുടെ ചോറ് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ഒരു വിസിലാണ്. റേഷനരി ആണെന്നുണ്ടെങ്കിലും അരികൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ചിലപ്പോൾ കുറച്ച് നേരം അടച്ചു വെക്കണം, ചിലപ്പോൾ വിസിൽ വന്ന് അപ്പം തന്നെ നമ്മൾ അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞിട്ട് വേഗം വാർക്കാനെടുക്കണം. അങ്ങനെ അതൊരു തവണ നമ്മൾ ആദ്യം വെച്ച് നോക്കിയാലാണ് അതിൻ്റെ കറക്റ്റ് പരുവൊക്കെ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ആ വെള്ളമൊക്കെ കളയുമ്പോൾ ഇത്തിരി പശയും കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മൾ സാധാ ഒരു ചെമ്പിലൊക്കെ ഇട്ട് വയ്ക്കുന്ന നോർമൽ അരി ഇട്ട് വയ്ക്കുന്ന കുറുവരിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ ഒരു പാകം പോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അത് വെക്കാൻ അറിയുന്നവരാണെങ്കിൽ ഓക്കെ, അല്ലാത്തവരാണെങ്കിൽ കുറച്ച് പയറൊക്കെ ഇട്ടിട്ട് നമുക്കത് കഞ്ഞിയാക്കിയിട്ട് കുടിക്കാം, അല്ലെങ്കിൽ പായസമാക്കാം, ഒക്കെ ചെയ്യാം കേട്ടോ. റേഷനരിയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് മാറിയെന്ന് കണ്ടാൽ പിന്നെ അത് നമുക്ക് യൂസ് ആക്കാനേ പറ്റൂല. അപ്പോഴേക്കും ഇതാ നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള മീനിക്കും കാര്യങ്ങൾക്കൊക്കെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇത് മസാല കൂട്ടുന്നതൊക്കെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എരിവിന് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ആഡ് ചെയ്യുള്ളൂ. പിന്നെ ഒരു കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് കൂടുതലായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല റെഡ് കളറും ഫ്രൈ ചെയ്യുമ്പോൾ നല്ലതായിട്ട് മസാല ഒക്കെ ഉള്ളതായിട്ട് തോന്നും, പക്ഷെ എരിവ് കുറവായിരിക്കും. പിന്നെ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ എടുത്തിട്ടുള്ള പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ സംഗതി ഉഷാറാവും കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ ഫ്രീസറിലാണ് കേട്ടോ വെച്ചത്. കാരണം താഴെ വെച്ചിട്ട് എന്താ പറയുക സെറ്റാവാനുള്ള നേരം ഉണ്ടായിരുന്നില്ല, നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ ഫ്രീസറിലാണ് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാം, വീട്ടിൽ ഡെയിലി എടുക്കുന്ന ആളുകളാണെങ്കിൽ അത് തിരിച്ചറിയാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെയൊക്കെ പൊടികളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു മാസ്കിങ് ടാപ്പ് കേട്ടോ. അത് ഇത്തിരി വീതിയുള്ള ടൈപ്പാണ്, അതിൻ്റെ കുറച്ചും കൂടെ വീതി കുറഞ്ഞ ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാനിതാ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിന് മുകളിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് ഇതിൽ എന്താണോ അത് ഒന്ന് മെൻഷൻ ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ നമ്മൾ മാസ്കിങ് ടാപ്പായ കാരണം തന്നെ നമുക്ക് പെൻ വെച്ച് എഴുതുമ്പോൾ വളരെ ഈസി ആയിട്ട് എഴുതാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ പൊടികളൊക്കെ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും ഏകദേശം നമ്മൾ ഡെയിലി എടുക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കത് മനസ്സിലായി എന്ന് വരും. പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ. ചെറിയൊരു കളർ വ്യത്യാസം. അപ്പോൾ ഇത് നോർമൽ സാധാ മുളക് പൊടിയും ഇത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. ഇനി ആ മടക്കി വെച്ച ഡ്രസ്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഫുള്ള് ഇടണം തന്നെയല്ലേ. ഇനിയിപ്പോൾ അതും വലിച്ചു വാരിയിട്ട് ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണോ? അപ്പോൾ അവിടെയുള്ള സെലക്ട് ചെയ്തതൊക്കെ ഇടുന്ന ഡ്രസ്സാണ്, ഉറപ്പല്ലേ? ഇനി മാറൂലല്ലോ. ഇനി ഞാൻ പറഞ്ഞില്ലേ ഒക്കെ താഴ്ന്ന് എടുക്കുക, എന്നിട്ട് മടക്കി വെക്കുന്നത് മുകളിൽ. അപ്പോഴാണ് എല്ലാ ഡ്രസ്സും ഇങ്ങനെ റൗണ്ടായിട്ട് വരിക. പുതിയത് താഴെ പഴയ താഴെ എന്നല്ല, നീ എടുക്കുമ്പോൾ താഴെ നിന്ന് ഇങ്ങനെ വലിക്കുക,
എന്നിട്ട് പിന്നെ നമ്മൾ അലക്കി വെക്കുന്നത് മുകളിലാണ് വരിക. അപ്പോഴാണ് എല്ലാ ഡ്രസ്സും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുള്ളൂ. നിനക്ക് 2-3 ഫേവറേറ്റ് ഡ്രസ്സ് ഉണ്ട്, അത് മാത്രം നീ ഇടുള്ളൂ എന്നൊരു വാശിയാണ് നിനക്ക് അല്ലേ? ലൈസ് ഉണ്ട്. അപ്പോൾ അതിനിടയിൽ വന്ന് നോക്കുമ്പോൾ അതാൾ ഫുള്ളായിട്ട് ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഇടാൻ ഇത്ര ഡ്രസ്സുള്ളൂ. അപ്പോൾ അത്രയും ഡ്രസ്സ് അവൾ യൂസാക്കാത്തത് വെറുതെ അട്ടിക്കിട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ കിച്ചണിലോട്ട് പോയി. അപ്പോൾ ഞാനതാ ഉണക്കച്ചെമ്മീൻ കറിയുണ്ട് പറഞ്ഞു, അതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചു. ചട്ടി കൊടുക്കണ തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കാണ് കേട്ടോ. ഇടയ്ക്ക് അങ്ങനത്തെ സ്വഭാവങ്ങളുണ്ട്. ഇടയ്ക്ക് പിന്നെ ചെറിയതെങ്കിലും പാത്രത്തിലോട്ട് മാറ്റി അങ്ങനെയാണ് കേട്ടോ വെക്കാറ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ നമ്മുടെ മീൻ ഇതാ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് കറക്റ്റ് 1 മണിക്ക് ചോറൊക്കെ കിട്ടാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു മടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കയറിക്കഴിഞ്ഞാൽ ഏറിയാൽ ഒരു 2 മണി, അതിലപ്പുറം പോവാറില്ല കേട്ടോ. കാരണം പിന്നെ പോയി കഴിഞ്ഞാൽ ആകെ താളം തെറ്റും. അവർക്ക് കുട്ടികൾക്ക് ചോറ് കൊടുത്ത് പിന്നെ അവരെ ഒന്ന് കിടത്തി ഉറക്കേണ്ട സമയം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതാ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മാന്തളൊക്കെ പൊരിക്കാനായിട്ട് ഇതുപോലെ എന്താ പറയുക, ഇങ്ങനെയുള്ള ചട്ടിയിലിടുമ്പോൾ ഒന്നും കൂടെ സുഖമായിരിക്കും കേട്ടോ. നമ്മൾ കൊണ്ടുള്ള അലുമിനിയം ചട്ടിയിലിടുമ്പോൾ ഇത്രയും കണ്ട് ഒരുപാട് ഇങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും കേട്ടോ. പിന്നെ അതൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ ഇട്ട ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഞാനിതാ നമ്മുടെ പൂവടക്കുള്ള മാവൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഒരു പൂവട ഉണ്ടാക്കിയത് 6 മണിക്കാണെന്ന് മാത്രം. അതാണ് ഞാൻ പറഞ്ഞത്, ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ പറ്റാറുണ്ടെന്ന്. ചെയ്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഉച്ചയാകുമ്പോഴേക്കിനൊക്കെ അതൊക്കെ സെറ്റാവും എന്നുള്ളത് കേട്ടോ. പിന്നെ ആക്കി വന്നപ്പോഴേക്കിനും 6 മണിക്കാണ് പരിപാടി ആരംഭിച്ചത്. എന്നാലും വലിയ കുഴപ്പമില്ല, വൈകുന്നേരം കുറച്ച് തിന്ന് ബാക്കി നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് എടുക്കാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ചെറിയൊരു ചൂടുവെള്ളത്തിലാണ് അത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോഴേക്കിനും പിന്നെ നമ്മുടെ നൈബർ ഇതുപോലൊരു ടീഷർട്ടും പാൻറ്റും അടിയൊന്ന് കട്ട് ചെയ്തിട്ട് തയ്ക്കാൻ വേണ്ടി കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തുനിന്നൊന്നും ഞാൻ അധികം വാങ്ങാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പറഞ്ഞ സമയത്തിനൊന്നും ചെയ്തു കൊടുക്കാനുള്ള സിറ്റുവേഷൻ അല്ല. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല കേട്ടോ. അപ്പം എന്തായാലും ഞാനത് അങ്ങനെ വാങ്ങാറില്ല. പിന്നെ ഇത് നമ്മളോടുള്ളൊരു അടുപ്പത്തിൻ്റെ പേരിൽ കൊണ്ടുവന്ന് തരുമ്പോൾ വാങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇടയിലല്ലേ വരുന്നുള്ളൂ, ഡെയിലി വരുന്നൊന്നുമില്ല. എന്നാൽ നമുക്ക് ഫ്രീ ടൈമിൽ ഇത് അടിച്ചു കൊടുക്കാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ മെഷീന് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ തന്നെയാണ് കേട്ടോ ഒന്ന് വർക്കിംഗ് ആവുള്ളൂ. പിന്നെ എൻ്റെ എന്തെങ്കിലും മാക്സി കാര്യങ്ങളൊക്കെ ചെറുതാക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ വീട്ടിൽ കുട്ടികളുടെ ഡ്രസ്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ മിന്നൂന് എന്തെങ്കിലും തയ്ക്കുക, അപ്പം മാത്രം തന്നെ കേട്ടോ ഈ മെഷീനിൽ കയറിയിരിക്കാറുള്ളൂ. പക്ഷേ ഈ മെഷീൻ വന്നതുകൊണ്ട് ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം ഇതിൻ്റെ സ്റ്റിച്ചിങ് അഡ്വാൻറ്റേജസും ഒക്കെ ഉള്ള കാരണം തന്നെ നമുക്ക് ഈ ഒരു മെഷീൻ വാങ്ങിച്ചതുകൊണ്ട് ഒരു നഷ്ടവും പറയാനില്ല കേട്ടോ. അപ്പം എൻ്റെ സാധാരണ തയ്യൽ മെഷീൻ സൈഡിലോട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ടീഷർട്ടിൻ്റെ അടിഭാഗമൊക്കെ നമുക്കിതാ ഇതുപോലെ ഒരു സ്റ്റിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ നോർമൽ നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ സാധാ സ്റ്റിച്ചല്ലേ. അപ്പോൾ നമ്മുടേതാ ഉഷ നമ്മുടെ പുതിയ മെഷീനിൽ ചെറിയൊരു ഡിസൈനുള്ള സ്റ്റിച്ചിങ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, ഇതുപോലൊരു ഓവർലോക്ക് വരുന്ന പോലെ. അപ്പം ആ ഒരു സ്റ്റിച്ചിങ് സെലക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഞാൻ മടക്കി തയ്ച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സിംഗിൾ ലൈനായിട്ട് ഒറ്റ ലൈനായിട്ട് പോകുന്നതല്ല. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഒത്തിരി ഇങ്ങനെ ഒരു നെറ്റ് പോലത്തെ ഒരു ത്രെഡ് നമുക്കതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ടീഷർട്ടിന് താഴെ ഞാനിതാ ഇതുപോലെ ഇത് നമുക്ക് ലെങ്ത്ത് കുറക്കാൻ വേണ്ടി കൊടുന്നു തന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ അങ്ങനെ പതിഞ്ഞ് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഒരു നെറ്റ് പോലത്തെ ത്രെഡാണ്, ഇത്തിരി വീതിക്ക് തന്നെ ഉണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ ഒന്നും കൂടെ ആ ഒരു ടീഷർട്ടിൻ്റെ അടിഭാഗമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഫിനിഷിങ് ലുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതാ നല്ല നീറ്റായിട്ട് തന്നെ ഒക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളുള്ളതുപോലെ തന്നെ താഴെ ഭാഗത്ത് നല്ല സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മെഷീൻ്റെ ഗുണം എന്ന് വെച്ചാൽ അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.